പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് CPM നേതാവ് EP ജയരാജന്റെ ആത്മകഥ. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന EPയുടെ ആത്മകഥയിലാണ് സർക്കാരിനും പാർട്ടിക്കുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്നും തന്റെ ഭാഗം കേൾക്കാതെയാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്നും EP ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട്. പ്രകാശ് ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ചർച്ചയാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. സെക്രട്ടേറിയറ്റ് അറിയിച്ച ശേഷമാണ് സാന്റിയാഗോ മാർട്ടിൻ അടക്കമുള്ളവരിൽ നിന്നും ദേശാഭിമാനിക്ക് പരസ്യം വാങ്ങിയത്. എന്നാൽ VS അച്യുതാനന്ദൻ തനിക്കെതിരെ ആയുധമാക്കി. ഡോക്ടർ P സരിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതിലും അതൃപ്തി EP അറിയിക്കുന്നുണ്ട്. ചേലക്കരയിൽ അൻവറിന്റെ സ്ഥാനാർത്ഥി LDFനും ദോഷമുണ്ടാക്കുമെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട്. രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വിശദമായ മറുപടി പറയുന്ന പുസ്തകം DC ബുക്സ് ഇന്ന് രാവിലെ 10:30 പുറത്തിറക്കി. പണം ഞങ്ങൾ തരും. EMSനൊപ്പമുള്ള EPയുടെ ചിത്രമാണ് കവർ പേജായി നൽകിയിട്ടുള്ളത്. കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ വലിയ പ്രയാസമുണ്ടാക്കിയതായാണ് EP ജയരാജൻ ആത്മകഥയിൽ പറയുന്നത്. താനില്ലാത്ത സെക്രട്ടേറിയറ്റിൽ ആണ് വിഷയം ചർച്ച ചെയ്തത്. പദവി നഷ്ടപ്പെട്ടു എന്നതിലല്ല പ്രയാസം, പാർട്ടി മനസ്സിലാക്കിയില്ല എന്നതാണ് പ്രയാസം. കേന്ദ്ര കമ്മിറ്റി അംഗമായ തനിക്കെതിരെ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ്. ഈ വിഷയത്തിൽ പറയാനുള്ളത് കേന്ദ്ര കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത് അവിടെയാണെന്നും ഉൾപാർട്ടി ചർച്ചയിൽ പറയേണ്ടത് അവിടെ പറയുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് ധർമ്മമെന്നും. എന്നാൽ ഈ വിഷയത്തിൽ പാർട്ടി എടുത്ത തീരുമാനം അണികൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി. എത്ര വിമർശനങ്ങൾ ഉണ്ടായാലും പാർട്ടിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് EP ആത്മകഥയിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ താനൊന്നും അറിഞ്ഞിട്ടില്ലെന്നും ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നുമാണ് EP ജയരാജന്റെ പ്രതികരണം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരം വാർത്ത സൃഷ്ടിക്കാൻ UDFുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണെന്ന് EP ജയരാജൻ പ്രതികരിച്ചു. പ്രസാധകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതേസമയം BJP നേതാവ് പ്രകാശ് ജാവേദ്കറെ കണ്ടത് BJPയിൽ ചേരാനുള്ള ചർച്ചയുടെ ഭാഗമാണെന്ന് വരുത്തി തീർത്തതിന് പിന്നിൽ ശോഭാ സുരേന്ദ്രനാണെന്നാണ് ആത്മകഥയിൽ പ്രചരിക്കുന്ന പുസ്തക ഭാഗങ്ങളിലുള്ളത്. പ്രചരിക്കുന്നത് തന്റെ ആത്മകഥയില്ലെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് EP ജയരാജൻ വ്യക്തമാക്കിയിരിക്കുന്നത്. EP ജയരാജന്റെ ആത്മകഥ എന്ന പേരിൽ പ്രചരിക്കുന്ന പുസ്തകത്തിലെ പ്രധാന ഭാഗങ്ങൾ തൃശൂർ ഗസ്റ്റ് ഹൗസിലും ഡൽഹിയിലും എറണാകുളത്തും ശോഭാ സുരേന്ദ്രനോടൊപ്പം BJP നേതാക്കളുമായി ചർച്ച നടത്തി എന്നാണ് അവർ ആവർത്തിച്ചു പറയുന്നത്. ഒരു തവണ മാത്രമാണ് ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിനിടെയാണത്. അതിനു മുൻപോ ശേഷമോ ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. മകനെ എറണാകുളത്ത് വെച്ച് ഒരു വിവാഹ ചടങ്ങിനിടെ കണ്ടപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഫോൺ നമ്പർ വാങ്ങിയിരുന്നു. 1-2 തവണ ശോഭ വിളിച്ചെങ്കിലും മകൻ ഫോൺ എടുത്തില്ല.